പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷാംഗം കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ വിവാദം. പദവിയിലേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24-നോട്. ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണി അനുവദിക്കില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. 17 ലോക്സഭ വരെ പ്രതിപക്ഷത്തായിരുന്നാലും ഭരണപക്ഷത്തായിരുന്നാലും ആരാണോ മുതിർന്ന അംഗം ഏറ്റവും കൂടുതൽ കാലയളവിൽ സഭയിൽ അംഗമായിരുന്നത് അത് ആ ആളിനെ പ്രോട്ടേം സ്പീക്കറായി ഇരുത്തിക്കൊണ്ടാണ് ലോക്സഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതൊരു കീഴ്വഴക്കമാണ്. രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്ന നടപടികൾ നടക്കുകയില്ലെന്ന് ഇന്ത്യ സഖ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 8 തവണ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് ഗൂഢ ഉദ്ദേശത്തോടെയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണനിലേക്ക് പോകും മുൻപ് KCയുടെ പ്രതികരണത്തിലേക്ക്. നാളിതുവരെയുള്ള ചരിത്രത്തിൽ കീഴ്വഴക്കം ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള മെമ്പർ ആരാണോ ആ മെമ്പറാണ് പ്രോട്ടേം സ്പീക്കറായിട്ട് മാറുക. ഇപ്രാവശ്യം സാർവത്രികമായിട്ട് ഏറ്റവും സീനിയറായിട്ടുള്ള ലോക്സഭയിലെ അംഗം 8 പ്രാവശ്യം ലോക്സഭാ അംഗമായിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ്. അപ്പോൾ സുരേഷ് പാനൽ ഓഫ് ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള ആളുമാണ്. നന്നായിട്ട് സഭ നടത്തിക്കൊണ്ടുപോയി പരിചയമുള്ള ആളുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷിനെ ഒഴിവാക്കിയത് എന്നുള്ളത് വ്യക്തമേ അല്ല. ഈ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഭർത്തൃഹരി മഹത്തോബിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത് അവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഏത് കാരണമാണെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ഹിഡൻ അജണ്ട അതിനകത്തുണ്ട്, വ്യക്തമാണ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തുകൊണ്ട് കൊടിക്കുന്നിലിനെ ഒഴിവാക്കി BJP? ഒരു കീഴ്വഴക്കമാണ് മുതിർന്ന അംഗത്തെ പ്രോട്ടൈം സ്പീക്കറായി നിയോഗിച്ചുകൊണ്ട് സഭാ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത്. സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് പ്രോട്ടൈം സ്പീക്കറാണ്. അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിവാദം ആ കാലയളവിൽ വന്നാൽ അക്കാര്യങ്ങളിലുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടതും പ്രോട്ടൈം സ്പീക്കറാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ പ്രോട്ടൈം സ്പീക്കറിന്റെ പദവിക്ക് പ്രത്യേകിച്ച് BJPക്ക് ഒറ്റകക്ഷി എന്ന രീതിയിൽ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇന്ത്യ മുന്നണി നടത്തുന്ന നീക്കങ്ങൾ കൂടി അനുബന്ധമായി വായിച്ചാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കീഴ്വഴക്കം എന്നത് മാത്രമായ ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാനായിട്ട് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. BJDയിലെ അംഗമായിരുന്നു കഴിഞ്ഞ ലോക്സഭ വരെ ഈ ഭർത്തൃഹരി മക്തബ്. അദ്ദേഹം BJDയിൽ നിന്നാണ് BJPയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന രീതിയിൽ അദ്ദേഹം നേരത്തെ പേരെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രോട്ടൈം സ്പീക്കർ എന്ന രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ അത്ര തവണ ഈ സഭാപരിചയം അദ്ദേഹത്തിന് ഇല്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ രാഷ്ട്രപതി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് ആ വിജ്ഞാപനം രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കൊടിക്കുന്നിൽ സുരേഷിനെ ആ പാനലിന്റെ ഭാഗമായിട്ട് ഭർത്തൃഹരി മക്തബിനെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് പറയുന്നത് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്താൻ സഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന ആൾ എന്ന വിധത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ അർഹതയെ മാറ്റിവെച്ചുകൊണ്ട് ഭർത്തൃഹരി മക്തബിനെ നിയമിച്ചത് അത് ഉചിതമല്ല എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സഭ തുടങ്ങുന്ന ഘട്ടത്തിൽ തങ്ങൾ ഉന്നയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളും കോൺഗ്രസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഈ പ്രോട്ടൈം സ്പീക്കറിന്റെ ചുമതലയാണ്. വേണു. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.